സാറിന് അവിടെ ഏതെങ്കിലും പെൺകുട്ടികളുടെ അടുത്ത് എന്തെങ്കിലും ക്രഷോ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അനുമോൾ എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് അവിടെ ഉണ്ടായിരുന്നു. എനിക്കെന്തോ പോലെ വീക്കെൻഡ് എപ്പിസോഡിലൊക്കെ മേക്കപ്പ് ചെയ്തുതരും. അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട് സാർ ആ കുട്ടിയുടെ കണ്ണിലിങ്ങനെ നോക്കി നിൽക്കുന്നത്. നീ കാണുന്നില്ലേ ആ കണ്ണുകളിലെ പ്രണയം? യു വെരി ബ്യൂട്ടിഫുൾ. ഇയാളുടെ കണ്ണ്, യുവർ ഫേസ്, ചിരി. അനുമോളൊക്കെ ഇങ്ങനെ മേക്കപ്പ് ചെയ്യും. ഫ്ലെക്സിബിലിറ്റി ഒക്കെ കാണുമ്പോ നമുക്ക് ഉള്ളിൽ ഇതിന് പ്രണയചേഷ്ടകൾ എന്ന് പറയും. പ്രണയം മൂക്കുമ്പോൾ കവിതാക്കൾ പരിസരം മറക്കും. എന്തോ എനിക്ക് ആ ഒരു വികാരം എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. എന്റെ കാര്യത്തിൽ എന്താ ശ്രദ്ധ കണ്ട, നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാനായിട്ട് ആളുകളുണ്ട്. അപ്പൊ നീ അവിടുന്ന് ക്രഷ് എന്ന് പറഞ്ഞാൽ വെറുതെ അല്ല. ആയി എന്താ അത്? മിണ്ടാതിരിക്കേ. ദൈവമേ, ആ പൊട്ടൻ തെറ്റി പറഞ്ഞ സത്യമാണോ? മിണ്ടാതിരി. എന്തൊരു നാണോ? ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. എന്തൊരു നാണോ? ഞാൻ വന്നു രമണൻ സാറിന് ഞാൻ വന്നു. എന്റെ ഷാനവാസേ, ഈ മേക്കപ്പ് ചെയ്യുമ്പോൾ നല്ല ഫ്ലെക്സിബിൾ ആണെന്ന് പറയുന്നു. എന്താണ് മേഡം അതിന്റെ ആര് മേക്കപ്പ് ചെയ്തേ? ഗുട്ടൻസ് ഫ്ലെക്സിബിൾ ആണെന്നോ? വിന്നറായ അനീഷ് അങ്ങനെയൊന്നുമല്ലല്ലോ പറഞ്ഞേ. അങ്ങനെയാണോ പറഞ്ഞേ? അങ്ങനെ തന്നെ പറഞ്ഞേ. ഒന്നും പറയണ്ടേ. അനിച്ചിട്ട് മിണ്ടാതിരിക്കും. ഞാൻ അനിച്ചിട്ടുള്ള കാര്യമാണ് അതൊക്കെ. എന്നാലും എന്റെ പൊട്ട, നീ ഇതെങ്ങനെ? ഞാൻ ട്രൈ ചെയ്തിടാ ട്രൈ. എന്റെ ട്രൈ കണ്ട അവള് വീണു. നിങ്ങൾ എന്തിനാ ഇടപെടുന്നത്? നിങ്ങൾ വേറെ സുഹൃത്തല്ലേ? അതിലപ്പുറം ഒന്നുമില്ലല്ലോ. ഞാനൊരു റിപ്പോർട്ടർ. അതിലപ്പുറം ഞങ്ങൾ തമ്മിലുണ്ട്. ചേട്ടാ പാല് വേണോ? കുറച്ച് ചേട്ടാ കുറച്ച് കൊടുക്കും. അയ്യോ, മണിയറിയിലൊക്കെ ഞാൻ അത് കണ്ടിട്ടുള്ളൂ. പാല് ഷെയർ ചെയ്യുന്നു. നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? ഫസ്റ്റ് നൈറ്റിനൊക്കെ കുടിക്കേട്ടാ. ചേട്ടാ ഹെൽത്ത് ഞാനും കൂടെ നോക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വം കൂടിയാ. എന്റെ ജീവിതം തന്നെയായി കളിയാ.